ഹലോ ഫ്രണ്ട്സ്, 2025 നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ക്ലാസ്സുകൾ, സൗജന്യമായ ക്ലാസ്സുകൾ ഈ മാസം 30-ാം തീയതി, അതായത് വ്യാഴാഴ്ച മുതൽ, മെയ് 30 വ്യാഴാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകളുടെ ഷെഡ്യൂളുകളെക്കുറിച്ചും നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യേണ്ട രീതിയെക്കുറിച്ചും അക്കാഡമിക് പ്ലാനിനെക്കുറിച്ചും അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ്, വ്യത്യസ്ത കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ്, അതായത് +1-ലും +2-ലും പഠിക്കുന്നവർ, അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നവർ, റിപ്പീറ്റ് ചെയ്യുന്നവർ, അതുപോലെ പാർഷ്യൽ ഡ്രോപ്പേഴ്സ്, ഇവരൊക്കെ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ നമ്മുടെ ലെക്ചേഴ്സും ഒക്കെ യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ തരാം. എല്ലാവരും പൂർണ്ണമായിട്ട് കേട്ട് മനസ്സിലാക്കി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, സയൻറ്റിഫിക് ആയിട്ട് തന്നെ നിങ്ങളുടെ സമയം ഉപയോഗപ്പെടുത്തി പഠിച്ച് മുന്നേറണം. ഞാനിവിടെ നിർദ്ദേശിക്കുന്ന സമയം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ 30-ാം തീയതി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഡെലിവറി ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഡെലിവർ ചെയ്യുന്നത് യൂട്യൂബ് വഴിയായിരിക്കും. എല്ലാ ദിവസവും യൂട്യൂബ് വഴി +1-ൻ്റെയും +2-ൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ ഡെലിവർ ചെയ്യുന്നതാണ്. അത് 7 PM ശേഷമായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ശേഷം നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടുള്ള സെയിം നോട്ട്സ്, ഇമേജസും ഡയഗ്രാംസും അനിമേഷൻസും അതുപോലെ സോൾഡ് എക്സാമ്പിൾസും ഒക്കെയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് www.rahis.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഏതെങ്കിലും പോയിന്റ്സ് എക്സ്ട്രാ നമ്മുടെ ലെക്ചറിൽ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാത്ത എല്ലാ സംഭവങ്ങളും പൂർണ്ണമായിട്ടും നമ്മുടെ നോട്ട്സിൽ അവൈലബിൾ ആയിരിക്കും, PDF ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നടത്തുന്ന ടെസ്റ്റ് എഴുതേണ്ടത് ഞായറാഴ്ചകളിലാണ്. ഒരുപാട് പുതിയ മെമ്പേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുക്കാം. അതുവഴി നിങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു വർഷം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വളരെ കൂളായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ രൂപത്തിലായിരിക്കും നമ്മുടെ സിസ്റ്റം ഉണ്ടാവുക. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇതുപോലെ എന്താ പറയുക, ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിനെ കുറിച്ചും നമ്മുടെ അക്കാഡമിക് ഡെലിവറിയെക്കുറിച്ചും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി നിങ്ങൾ ഈ സംഗതികളൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സാം നമ്മൾ ഞായറാഴ്ചകളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി +1-കാരും ഉണ്ടാവും, അതുപോലെ +2-കാരും നമ്മുടെ ക്ലാസ്സസ് ഫോളോ ചെയ്യുന്നവരുണ്ടാവും അല്ലേ. +1-ൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ +1-ൻ്റെ ലെക്ചേഴ്സ് മാത്രം ഈ വർഷം ഫോളോ ചെയ്യാം. അടുത്ത വർഷം നിങ്ങൾക്ക് +2-ൻ്റെ ലെക്ചേഴ്സും ഫോളോ ചെയ്യാം. +1-ൻ്റെ ലെക്ചേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക, നോട്ട് പഠിക്കുക. അതുപോലെ തന്നെ ബേസിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നമ്മുടെ ലെക്ചേഴ്സ് കണ്ട് നോട്ട് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. +2-കാരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സും +1-ൻ്റെയും +2-ൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്, ലെക്ചേഴ്സ് കാണാവുന്നതാണ്. റിപ്പീറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മളിപ്പം 7 മണി മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ഡെലിവർ ചെയ്താൽ നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് നോട്ട് പഠിച്ചതിന് ശേഷം പിറ്റേന്ന് നമ്മുടെ അടുത്ത ലെക്ചർ വരുന്നത് 7 മണിക്കായിരിക്കും അല്ലേ. അപ്പോൾ അതുവരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് NCERT പഠിക്കാനുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, അതുപോലെ റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം ക്വസ്റ്റ്യൻസ് സെൽഫ് പ്രാക്ടീസിന് വേണ്ടി കിട്ടും. അപ്പോൾ രാത്രി തന്നെ മാക്സിമം നിങ്ങൾ നമ്മുടെ ലെക്ചർ കാണുകയും അതിൻ്റെ നോട്ട് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിറ്റേന്ന് ഒരുപാട് സമയം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിന് വേണ്ടി ലഭിക്കും. ഇനി ഏതെങ്കിലും ടോപ്പിക്കിൽ +1-ലും +2-ലൊക്കെ പഠിച്ച സമയത്ത് തിയറി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്ത് പോയിട്ടില്ല എങ്കിൽ, ഈ പകലുള്ള സമയത്ത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്യാനും കൂടി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, റിപ്പീറ്റേഴ്സ് ആണെങ്കിലും റിപ്പീറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ തിയറി സ്ട്രോങ് ആണെങ്കിൽ അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് സ്ട്രോങ് ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ബുക്ക്, 1-2 ബുക്ക് ഫോളോ ചെയ്തിട്ട് അതിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് പകൽ സമയത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക.
നമ്മൾ ലെക്ചർ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ലെക്ചറിൽ അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സ് പഠിക്കുകയും NCERT വായിക്കുകയും ചെയ്യുക. ഇനി എന്തായാലും നമ്മുടെ ലെക്ചേഴ്സിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വളരെ മിനിമം ടൈമിൽ മാക്സിമം കണ്ടൻറ്റ് ഡെലിവർ ചെയ്യുന്ന രൂപത്തിലാണ് നമ്മളെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോളോ ചെയ്യണം, സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം കൺസെപ്റ്റ്സും, അതായത് ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് പോകണം. ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയും അല്ലാതെയുമൊക്കെ ചോദിച്ചിരുന്നു ബേസിക് ലെവൽ തൊട്ട് ക്ലാസ് ഉണ്ടാവില്ല എന്നുള്ളത്. ബേസിക് ലെവൽ തൊട്ട് തന്നെയാണ് ക്ലാസ് ഉണ്ടാവുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, നമ്മൾ നീറ്റിൻ്റെ ലെവലിൽ വരാവുന്ന ലെവൽ 2 ക്വസ്റ്റ്യൻസും ചെയ്യും. ഒരുപാട് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം നീറ്റ് എക്സാം എഴുതുന്ന ആളുകൾ എന്ന രീതിയിൽ നമുക്കില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ നീറ്റ് എക്സാമിൻ്റെ ലെവലിൽ ചോദിച്ചേക്കാവുന്ന ലെവൽ 2 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഇങ്ങനെ എല്ലാം ലഭിക്കുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പാക്കേജ് ആയിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായി നമ്മളെ ഫോളോ ചെയ്യുക. നിങ്ങൾ മറ്റു കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒന്നുകിൽ നോട്ട്സ് മാത്രം അല്ലെങ്കിൽ എക്സാംസ് മാത്രം ഉപയോഗപ്പെടുത്തുന്നതിന് പകരം പൂർണ്ണമായി നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. ഓക്കെ, ഇനി ഞാൻ വീണ്ടും പറയുകയാണ്, ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഫ്രണ്ട്സിലേക്ക് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന മാക്സിമം ഫ്രണ്ട്സിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എത്തിക്കണം. എല്ലാവർക്കും നന്നായി പ്രിപ്പയർ ചെയ്യാനും നല്ല റാങ്ക് വാങ്ങാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുകയാണ്. താങ്ക്